എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അൽ ഹുർരിയത്തുൽ വഹബിയ, അൽ ഹുർരിയത്തുൽ കസ്ബിയ, അങ്ങനെ രണ്ടെണ്ണമുണ്ട്. എന്താണ് ഹുർരിയത്തുൽ വഹബിയ, എന്താണ് ഹുർരിയത്തുൽ കസ്ബിയ? അത് അല്പം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാനാ പറഞ്ഞതിൻ്റെ വിവക്ഷ ഒരിക്കലും അത് ചിലർ തെറ്റിദ്ധരിക്കുന്നത് പോലെ അത് ഹുലൂല് ഇത്തിഹാദല്ല. ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ അദ്വൈതം, രണ്ടെണ്ണമില്ല. എന്താ അദ്വൈതമല്ല ഈ പറയുന്നത്? വലിയ അള്ളാഹുവിൽ ലയിച്ചു പോകും. വലിയ അള്ളാഹുവിൽ ലയിച്ച് വലിയനിക്ക് അള്ളാഹു അല്ലാത്ത ഒരു ചിന്തയുമില്ലാത്ത അവസ്ഥ വലിയനിക്ക് വരും. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന് പറയുന്ന ഇസ്മുകൾ അത് വലിയന് പറയാൻ പറ്റുമെന്നല്ല, വലിയ അല്ലാത്തവർക്ക് തന്നെ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അത് തഹഖുഖാവുന്ന സമയത്ത് എന്തായാലും വലിയനിക്ക് സബൂർ, ഹലീം, റഹീം എന്നുള്ള ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് തഹഖുഖാവുന്ന സമയത്ത് എന്തായാലും പറയാൻ പറ്റും. പക്ഷേ ഒരു വലിയും അള്ളാഹുവിൻ്റെ അബ്ദാണ്, അടിമയാണ് എന്നുള്ള ആ അടിമത്വം വലിച്ചെറിയുന്നില്ല. അത് വലിച്ചെറിഞ്ഞാൽ പിന്നെ എന്താവും? ഇഷ്ടം പോലെ വലിയന് ജീവിക്കാം. അള്ളാഹുവിൻ്റെ ഹറാമും ഹലാലും എന്നും ശരീഅത്തും നിയമങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്ക് വലിയ എത്തും എന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. അതൊരു സാങ്കേതിക ഭാഷയാണ്. അതുപോലെ നാം ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അദ്വൈതവാദവുമല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമില്ല, ഒന്നേ ഉള്ളൂ. എന്ത് രണ്ടെണ്ണമില്ല? ദൈവവും പ്രപഞ്ചവും ഇങ്ങനെ രണ്ടെണ്ണമില്ല. പ്രപഞ്ചം തന്നെയാണ് ദൈവം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന തന്നെയാണ് ദൈവം. ആകാശഭൂമി, സൂര്യ, നക്ഷത്ര, ചന്ദ്രാദികളും മനുഷ്യങ്ങളും മറ്റുള്ള ജീവികളും മറ്റുള്ള ഇവിടെ പാറ, കല്ല്, ഇവിടെ ഭൂമി, ഇവിടെയുള്ള സാധനങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും ഇത് തന്നെയാണ് ദൈവം. അപ്പോൾ ദൈവവും പ്രപഞ്ചവും ഒന്ന് തന്നെ, അതിനപ്പുറത്ത് വേറൊരു സങ്കല്പമില്ല എന്നുള്ള ധാരണയെക്കുറിച്ചാണ് അദ്വൈതവാദം, അദ്വൈത സിദ്ധാന്തം എന്ന് പറയാം. അത് വ്യക്തമായ കുഫറാണ്, അത് അവിശ്വാസമാണ്. അത് ഒരു മുസ്ലിമായ വ്യക്തി ആ വാദം വാദിച്ചാൽ മുർത്തദ്ദാവും, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താവും. ആ വാദം ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആൾ, ഇന്ത്യയിൽ ആ വാദം ആദ്യമായി പ്രചരിപ്പിച്ച ആൾ ആരാണ്? ശ്രീ ശങ്കരാചാര്യരാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ദർശനം, അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമായി, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമായി അദ്ദേഹം അത് ഒന്നും കൂടെ വിപുലീകരിച്ച് അത് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് മുമ്പേ മറ്റൊരാൾ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹമാണ് അതിന് പൂർണ്ണ വിശദീകരണം കൊടുത്ത് അത് പ്രചരിപ്പിച്ചത്. ആര്? ശ്രീ ശങ്കരാചാര്യർ. അതല്ല നാം ഈ പറയുന്നത്, അത് അദ്വൈത സിദ്ധാന്തമാണ്. എങ്ങനെയാണ് അള്ളാഹു തആലയെക്കുറിച്ച് ഈ പ്രപഞ്ചമാണ് അള്ളാഹു എന്ന് പറയുക? അത് ഒരു വിശ്വാസിക്ക് പറയാൻ സാധിക്കുമോ? ഇത്തിഹാദ് എന്ന് പറയുന്നതിനെ കുറിച്ച്, അദ്വൈതം എന്ന് പറയുന്നതിനെ കുറിച്ച് അറബിയിൽ വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയും. വഹ്ദത്തുൽ വുജൂദ്, വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞ വാക്ക് നാനാർത്ഥങ്ങളുള്ളൊരു വാക്കാണ്. ഇത്തിഹാദ് എന്ന് പറഞ്ഞാലും വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്നതും രണ്ടിനും അദ്വൈതം എന്ന് ഭാഷയിൽ അർത്ഥമുണ്ടെങ്കിലും പക്ഷെ സൂഫിയാക്കൾ അത് നാനാർത്ഥങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഉപയോഗിക്കും. ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നത് വഹ്ദത്തുൽ വുജൂദ് എന്നുള്ള വാക്കും ഇത്തിഹാദ് എന്നുള്ള വാക്കും നാം ഇപ്പോൾ പറഞ്ഞ അദ്വൈതം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അത് കുഫറാണ്, അത് ബാത്തുലുമാണ്, അത് മിഥ്യയാണ് എന്ന് സൂഫിയാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആരിഫീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ആരിഫും ഏറ്റു പറഞ്ഞിട്ടില്ല. കാരണം പ്രഥമ ദൃഷ്ടി എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല, അതൊന്നാണെന്ന് പറയാൻ പറ്റില്ല എന്ന്. അതുപോലെ ഹുലൂൽ എന്നുള്ള വാദം, ഹുലൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹുലൂൽ എന്ന് പറഞ്ഞാൽ അവതാരം. അള്ളാഹു തആല അവതരിക്കുക, വലിയിൽ അവതരിക്കുക, അല്ലെങ്കിൽ വലിയ അള്ളാഹുവിൽ അവതരിക്കുക. ഹുലൂൽ എന്ന് പറഞ്ഞാൽ
അല്ലാഹു തആല വലിയിൽ അവതരിക്കുകയോ ഒരു വലിയ അല്ലെങ്കിൽ വേറെങ്കിലും ഏതെങ്കിലും ഒരു സൃഷ്ടി അല്ലാഹു തആല അവൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ അവതരിക്കുക, അല്ലെങ്കിൽ സൃഷ്ടി ഏതെങ്കിലും ഒരു സൃഷ്ടി വലിയോ ഏതെങ്കിലും ഒരു സൃഷ്ടി അള്ളാഹുവിൽ അവതരിക്കുക, ഇതിനാണ് ഹുലൂൽ എന്ന് പറയുക. അതും ഇപ്പറഞ്ഞതുപോലെ കുഫരിയത്താണ്, അത് അസംഭവ്യമാണ്. അദ്വൈതവും അസംഭവ്യമാണ്, ഹുലൂൽ എന്ന് പറയുന്നതും അസംഭവ്യമാണ്. അത് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞ സംഭവമാണ്. അതിൽ പുതുമുള്ള കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഇമാം സയ്യിദ് ഷരീഫുൽ ജുർജാനി ഷറഹുൽ മവാഖിഫിൽ വിശദമായിട്ട് പറഞ്ഞതല്ലേ. നമ്മളെ തിയോളജിയിൽ ഏറ്റവും പ്രസിദ്ധമായ കിതാബുകളാണ് ഷറഹുൽ മവാഖിഫ്, ഷറഹുൽ മഖാസിദ്. നമ്മൾ കോളേജുകളിലൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുന്ന കിതാബാണ്. പിന്നെ നമ്മളെങ്ങനെ ആ ഒരു വിഷയം പറയുന്നത്? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയമാണിത്, വലിയ മുത്തഅല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുന്ന വിഷയമാണിത്. ഷറഹുൽ മവാഖിഫിൽ പറയുന്നു, അൽ മഖ്സദുൽ ഖാമിസു ഫി അന്നഹു തആല ലാ യത്തഹിദു ബിഗൈരിഹി في أنه تعالى لا يتحد بغيره لما علمت فيما تقدم من امتناع اتحاد الاثنين مطلقا وأنه تعالى لا يجوز أن يحل في غيره لأن الحلول هو الحصول على سبيل التبعية وأنه ينفي الوجوب الذاتية. കണ്ടോ, അങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അല്ലാഹു തആലയും മറ്റൊരു സൃഷ്ടിയും രണ്ടും കൂടെ ഒന്നാവുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുപോലെ അല്ലാഹു തആല മറ്റൊന്നിൽ അവതരിക്കുക എന്ന് പറയുന്നതും അതും മുഹാലാണ്, അസംഭവ്യമാണ്. കാരണം അല്ലാഹു മറ്റൊന്നിൽ അവതരിക്കുമ്പോൾ ആ അവതരിച്ച വസ്തു അള്ളാഹുവിന് ഒരു സ്ഥലമായി വരും. അപ്പോൾ അല്ലാഹു തആല ഒരു സ്ഥലത്തിലേക്ക് ആവശ്യമുള്ളവനാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിലും അല്ലാഹു തആല വാജിബുൽ വുജൂദായ സ്വയംഭൂവായ അല്ലാഹു, മുമ്പേ സ്വയം ഉണ്ടായവനായ ഖദീമായ അല്ലാഹു, ആ അല്ലാഹു തആല ഒരു ഹാദിസായ പുതുതായി ഉണ്ടായ വസ്തുവിൽ ഇറങ്ങാനോ വസ്തുവിലേക്ക് നീങ്ങാനോ ഒന്നും പറ്റില്ല. ഫിലോസഫിയിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നടക്കൂല, അത് ബുദ്ധിപരമായിട്ട് തന്നെ അസംഭവ്യമാണ് എന്ന്. സാധാരണക്കാർക്കത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക്, ഫിലോസഫി വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുപോലെ ഇമാം തഫ്താസാനി, സഅദുദ്ദീൻ തഫ്താസാനി അവരുടെ ഷറഹുൽ മഖാസിദിലും ഈ വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും ഒന്ന് വായിക്കാം. കണ്ടോ, അൽ ഹുലൂൽ വൽ ഇത്തിഹാദു മഹ്കിയുൻ അനിൻ നസാറ അൽ മബ്ഹസു സാലിസു അൽ വാജിബു ലാ യത്തഹിദു ബിഗൈരിഹി ഫി അന്നഹു ലാ യത്തഹിദു ബിഗൈരിഹി ലിമാ സബഖ വൽ ഇംതിനാഉ കൗനുൽ വാഹിദി വാജിബൻ മുംകിനൻ. അല്ലാഹു തആല മറ്റൊരു വസ്തുവിനോട് കൂടാൻ പറ്റിയാൽ രണ്ടും ഒന്നായി തീരാൻ പറ്റുമെങ്കിൽ വാജിബായ അള്ളാഹു, നിരാശ്രയനായ അള്ളാഹുവും പരാശ്രയനായ അടിമയും ഒന്നാകേണ്ടി വരും. അതെങ്ങനെ ഒന്നാവല്? വലാ യഹില്ലു ഫീഹി ലിഅന്നൽ ഹാല ഫി ശൈഇ മുഹ്താജുൻ ഇലൈഹി. നേരത്തെ പറഞ്ഞു തന്നെ ഷറഉൽ മഖാസിദിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും, അദ്വൈതവാദവും അതുപോലെ അവതാരവാദവും അനിസ്ലാമികമാണ്, അത് ബാത്തിലാണ് എന്നുള്ള കാര്യം മുസ്ലിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരാരും ആലിമീങ്ങളാരും അതിൽ പെട്ടുപോകില്ല. മുതഅല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുന്ന, നാം പഠിപ്പിക്കുന്ന വിഷയമാണിത് എല്ലാ ദർസുകളിലും. ഈ 2 കിതാബുകൾ കോളേജിലാണ് ഓതി കൊടുക്കാറുള്ളത്. ഇതിൻ്റെ താഴെയുള്ള കിതാബുകളിലും ആ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ നാം ഒരിക്കലും ആ പറഞ്ഞത് അദ്വൈത സിദ്ധാന്തമോ അവതാരവാദമോ അല്ല.
പിന്നെന്താ നാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം പറയാം. അതാണ് എന്ന് പറഞ്ഞാൽ അത് കുഫ്രിയത്തല്ലേ? എന്ത് കുഫ്രിയത്താണെന്ന് പറഞ്ഞാൽ അറിയോ? അദ്ദേഹം പറഞ്ഞത് കുഫ്രിയത്താണ്. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചതിനെ കുറിച്ച് പറഞ്ഞു, ആ മുസ്ലിയാർ പറഞ്ഞത് കുഫ്രിയത്താണ്. എന്താണ് പറയുന്നതിൻ്റെ അർത്ഥം? ആ മുസ്ലിയാർ കാഫിറാണ്. ആ മുസ്ലിയാർ ആ വാക്ക് പറയലോടുകൂടെ ഖാലിദും മുഖല്ലദൻ, എന്നെന്നും നരകത്തിൽ കടക്കുന്ന കാഫിറായി പോയി എന്നാണ് ആ വാക്കിനർത്ഥം. പിന്നെ ആ മുസ്ലിയാരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇസ്ലാമിക ഭരണമുള്ള വിധി നടപ്പാക്കുന്ന നാടാണെങ്കിൽ ആ മുസ്ലിയാരുടെ തല വെട്ടണം എന്നാണ് നിയമം. അത്രയും വലിയ കുറ്റകൃത്യമാണത്, റിദ്ദത്ത്. അപ്പോൾ ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു വാക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആലിമീങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു വാക്ക് പ്രയോഗിച്ചാൽ അതിന് പല അർത്ഥങ്ങളും വെക്കാൻ പറ്റുന്ന വാക്കാണെങ്കിൽ അതിനെക്കുറിച്ച് അത് കുഫ്രിയത്താണ്, അത് റിദ്ദത്താണ് എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. കാരണം ആ വിശേഷണത്തിൻ്റെ അർത്ഥം എന്താണെന്ന്, ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം ആ വ്യക്തി കാഫിറാണ്, ആ വ്യക്തി ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഈ വഹദത്തുൽ വുജൂദ്, അദ്വൈതം എന്ന് മലയാളത്തിൽ സാധാരണ പറയുന്ന ആ വിഷയം കുഫറാണ്. പക്ഷെ വഹദത്തുൽ വുജൂദ് എന്നുള്ള വാക്കിന് അദ്വൈതം എന്ന് മലയാളത്തിൽ അദ്വൈതം എന്ന് പറയൂ. ഈ വഹദത്തുൽ വുജൂദ്, ഇത്തിഹാദ് എന്ന് പറഞ്ഞ രണ്ട് വാക്കിനും നാനാർത്ഥങ്ങളുണ്ട്, ശരിയായ അർത്ഥങ്ങളുണ്ട്. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥം അനുസരിച്ച് അത് കുഫറാണ്, തെറ്റാണ്. ഇനി അതേ സമയത്ത് വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞ വിഷയം സൂഫിയാക്കൾ അടുക്കൽ, ആരിഫീങ്ങൾ അടുക്കൽ ഒരു പ്രധാനപ്പെട്ട മാരിഫത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കുഫറല്ല. അത് ഇമാം ഇബ്നു അറബിയും അതുപോലെ ധാരാളം ആരിഫീങ്ങൾ ഹിജ്റ 699 വഫാത്തായ ഇമാം ആരിഫ് ബില്ലാ അർസലാൻ റളിയല്ലാഹു തആല അൻഹു വിഷയകമായ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. വഹദത്തുൽ വുജൂദ് വിശദീകരിക്കാൻ അവരൊരു കിതാബ് തന്നെ എഴുതി. ആ വഹദത്തുൽ വുജൂദ് ഉണ്ട് എന്ന് പറയുന്ന, അതാണ് സത്യമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതി. അതിനർത്ഥം എന്താ? അത് അദ്വൈത സിദ്ധാന്ത, ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈത സിദ്ധാന്തമല്ല അതിൽ പറഞ്ഞത്. അത് ആരിഫീങ്ങൾ അടുത്തുള്ള ഒരു വിഷയമാണ്. ആ ഗ്രന്ഥത്തിന് അത് ആരിഫീങ്ങൾ അംഗീകരിക്കുന്ന വഹദത്തുൽ വുജൂദാണ്, ഇത്തിഹാദാണ്. ആ ഇത്തിഹാദും വഹദത്തും വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല, അവരുടെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു സൂഫിയാക്കള കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. ആ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞ് അർസലാൻ റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ മഷീഷിയ സ്വലാത്തിനും അങ്ങനെ പല സ്വലാത്തിന് വ്യാഖ്യാനം എഴുതി പല ഗ്രന്ഥങ്ങളും എഴുതിയ ആരിഫായ ഇമാം അബ്ദുറഹ്മാൻ സുവൈദി റളിയല്ലാഹു അൻഹു ഇതേ ഗ്രന്ഥത്തിന് വിശാലമായൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 1-2 മീനിങ് അത് ബാത്തിലല്ല, സത്യമായ 1-2 അർത്ഥങ്ങൾ വഹദത്തുൽ വുജൂദിന് അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് വഹദത്തുൽ വുജൂദിനും ഇത്തിഹാദിനും 6 അർത്ഥങ്ങളുണ്ട്. ആ 6 അർത്ഥം ഈമാനാണ്, മഅരിഫത്താണ്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് പൊതു സ്റ്റേജിൽ, പൊതു മീഡിയയിൽ വിശദീകരിക്കേണ്ട വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ആ അർത്ഥങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സൂഫിയാക്കളുടെ, ആരിഫീങ്ങളുടെ സാങ്കേതികത്വ ഭാഷകൾ പറയുന്നുണ്ടാവും, സൂഫിയാക്കളുടെ സംസാരത്തെ വിശദീകരിക്കുന്നുണ്ടാവും. ആ അർത്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ആരിഫ് അല്ലെങ്കിൽ ഒരു പ്രഭാഷകന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുഫ്രിയത്താണ് എന്ന് പറയാൻ പാടില്ല. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തന്നെ ഉസൂലുദ്ദീനിന്റെ ഇൽമുൽ അഖീദയുടെ ഗ്രന്ഥമായ ഈ കിതാബിൽ അതിൽപ്പെട്ട മാന പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, വഹാഹുനാ മദ്ഹബാനി ആഖറാനി യൂഹിമാനി ബിൽ ഹുലൂലി വൽ ഇത്തിഹാദി. പറയുമ്പോൾ അത് അവതാരവാദമാണ് എന്നും അല്ലെങ്കിൽ
അത് പിന്നെ അദ്വൈതവാദമാണെന്നും തോന്നിപ്പോവും. വലൈസാമിന്നു ഫീ ഷൈ, ഒരിക്കലും ഒരു വിഷയത്തിലും ഇത് അദ്വൈതവാദമോ അവതാരവാദമോ അല്ല. ഏതാണത്? അൽ അവൽ, ഒന്നാമത്തത് അന്ന സാലിക്ക ഇദന്തഹാ സുലൂക്കുഹു, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയം. അബ്ദുർ റഹീം, അബ്ദുൽ ഖാദിർ, അബ്ദുർ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിടത്ത് നാം പറഞ്ഞത് ഈ വിഷയമായിരുന്നു. അന്ന സാലിക്ക ഇദന്തഹാ സുലൂക്കുഹു ഇലല്ലാഹി തആല, ഒരു സാലിക്ക് എന്ന് പറഞ്ഞ സൂഫി, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തുന്ന വലിയ, വഫില്ലാ, അള്ളാഹുവിൽ പ്രയാണം നടത്തുന്ന വലിയ, തുടക്കം അള്ളാഹുവിലേക്കാവും, പിന്നെ അള്ളാഹുവിലേക്ക് എത്തിയതിന് ശേഷം അള്ളാഹുവിലായിക്കൊണ്ട് അവന് പ്രയാണം നടത്തും. ആ പ്രയാണം നടത്തുന്ന സാലിക്ക്, വലിയ സൂഫി, യസ്തഗ്രിഖു ഫീ ബഹരി തൗഹീദി വൽ ഇർഫാൻ, തൗഹീദിന്റെയും മാരിഫത്തിന്റെയും സാഗരത്തിൽ മുങ്ങിപ്പോകും. ആ സാഗരത്തിൽ ബിഹൈസു തൽമഹില്ലു ദാതുഹു ഫീ ദാതിഹി തആല. ആരാ പറയുന്നത്? ഇത് സൂഫിയാക്കളിൽപ്പെട്ട ആളല്ല, തസൂഫിന്റെ കിതാബല്ല. ഇത് പറയുന്നത് മുത്തകല്ലിമീകളിൽപ്പെട്ട തിയോളജിന്റെ കിതാബിലാണ് ഈ പറയുന്നത്. ബിഹൈസു തൽമഹില്ലു ദാതുഹു ഫീ ദാതിഹി തആല, അള്ളാഹുവിന്റെ സത്തയിലായി അവന്റെ സത്ത, അവന്റെ ദാത്ത് തന്നെ നാമാവശേഷമായി പോവും. സിഫാത്തുഹു ഫീ സിഫാത്തിഹി, അവന്റെ വിശേഷണങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ലയിച്ചു പോവും, നാമാവിശേഷമായി പോവും. വലിയ അങ്ങനെ തൗഹീദിന്റെ സാഗരത്തിൽ മുങ്ങിയാൽ അള്ളാഹു അല്ലാതെ വേറൊന്നും അവൻ കാണുന്നില്ല. വയഗീബു അൻ കുല്ലി മാ സിവാ, അല്ലാഹുവേതരങ്ങൾ എല്ലാറ്റിനെത്തൊട്ടും അവൻ അകന്നുപോവും. അല്ലാഹുവേതരങ്ങൾ അവന്റെ മനസ്സിലേ ഇല്ല, അവന്റെ ചിന്തയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വലാ യറാ ഫിൽ വുജൂദി ഇല്ലല്ലാഹു തആല, വുജൂദ് ഉള്ളതായിക്കൊണ്ട്, ഉണ്മ ഉള്ളതായിട്ട് അല്ലാഹുവിനല്ലാതെ അവൻ കാണുന്നില്ല, അവനെയും കാണുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തും. വഹാദല്ലദീ യുസമ്മൂനഹു അൽ ഫനാഅ ഫി തൗഹീദ്, ഇതിനാണ് തൗഹീദിൽ ലയിച്ചു പോവുക എന്ന് പറയുക. തൗഹീദിൽ ലയിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അല്ലാഹുവിൽ ലയിച്ചു പോകുന്ന അവസ്ഥ എന്നതിന് പറയാ. വഇലൈഹി യുഷീറുൽ ഹദീസുൽ ഇലാഹിയു, ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് ഇലാഹിയായ ഹദീസ്, ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത്, ഇന്നൽ അബ്ദ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു വഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി എന്ന് പറഞ്ഞ ആ വിശദമായ ഹദീസ്. ആ ഹദീസൊക്കെ നാം ഒരു പ്രസംഗത്തിൽ, നമ്മുടെ ഹുസ്നൈനിയുടെ ക്ലാസിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ആ ഹദീസൊക്കെ പറഞ്ഞിട്ടാണ് വിശദീകരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് വലിയ എത്തും. അങ്ങനെ വലിയ അള്ളാഹുവിൽ ലയിച്ചു പോവും. എന്നിട്ട് പറയുന്നത് നോക്കിക്കോ, വഹീന ഇതിൻ, അങ്ങനെ വലിയ ലയിച്ചു പോയാൽ റുബ്ബമാ യസ്ദുറു അൻഹു ഇബാറാത്തുൻ തുഷ്ഇറു ബിൽ ഹുലൂൽ, വലിയ പറയുന്ന വലിയൻ്റെ ഭാഗത്തുനിന്ന് ചില വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകൾ കേട്ടാൽ ആ വലിയ വാദം വാദിക്കുകയാണെന്ന് തോന്നിപ്പോവും. ഞാൻ അള്ളാഹുവാണ് എന്ന് വരെ പറഞ്ഞു പോവും ചിലപ്പോൾ വലിയ. ആ ഭാഷ ശരിയില്ല. ആ അവസ്ഥയിലാവുമ്പോൾ ചിലപ്പോൾ അത്ര അപകടമില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകും. അടിമക്ക് പറയാൻ പറ്റും, പക്ഷെ സാധാരണ പറയുന്ന നോർമൽ വാക്കല്ല. അതിൽപ്പെട്ടതാണ് CM വലിയുല്ലാഹി ഒക്കെ പറഞ്ഞത്, ഞാൻ സുഖപ്പെടുത്തി, അത് വേണ്ട, ഞാൻ വേണ്ടെന്ന് വെച്ചു, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് അള്ളാഹുവിൽ ലയിച്ച അവസ്ഥയിലൊക്കെ എത്തുമ്പോഴാണ്. അപ്പോൾ ഈ ലയനം നിങ്ങൾ തോന്നിപ്പോവും, ഈ ലയനം CM വലിയുല്ലാഹിക്കൊക്കെ പറയും. CM വലിയുല്ലാഹി അവരുടെ അവസാന കാലത്ത് ഇത് തന്നെയല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ലയനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നതല്ലേ? അല്ല. ഈ ലയനം നാം പറഞ്ഞ ഹുർരിയത്ത് എന്ന് പറയുന്ന മഖാമിലേക്ക് എത്തിയാൽ അത് വിട്ടുമാറാതെ സദാ ഉണ്ടാവുന്ന ലയനാണ്. കേട്ടോളി, അതിൻ്റെ ഒക്കെ ഓരോ ഉദ്ധരണികൾ, ഗ്രന്ഥങ്ങൾ വായിച്ചാൽ സമയം കുറേ ആവശ്യം വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വിഷയങ്ങൾ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ ഇത്
ഇങ്ങനെ ഓരോ ഭാഗവും എടുത്ത് വിശദീകരിക്കാൻ പ്രയാസം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ വിശദീകരിക്കൂല എന്ന് മാത്രം. പക്ഷേ അങ്ങനെ നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതല്ലേ, അയാളാ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിക്കൂല എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മോട് ചോദിക്കാവുന്നതാണ്, വിശദീകരണം ചോദിക്കാവുന്നതാണ്. നമ്മുടെ ലൈബ്രറിയിൽ, നമ്മുടെ വീട്ടിലുള്ള ഈ ലൈബ്രറിയിൽ നാം ഇപ്പോൾ ഒരു രചനയിൽ മുഴുകുകയാണ്. ഈ വീട്ടിലുള്ള ലൈബ്രറിയിൽ തന്നെ 10,000-ഓളം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ധാരാളം ഗ്രന്ഥങ്ങൾ, വലിയൊരു ഭാഗം തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങളാണ്. സൂഫിസത്തിൻ്റെ ആരിഫീങ്ങളെ സംസാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ്. ആ ആരിഫീങ്ങളുടെ സാങ്കേതികത്വ ഭാഷകൾ അത് ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. ഏതെങ്കിലും ഒരു കിതാബ് നോക്കി, സൂഫിയാക്കളെ ഗ്രന്ഥെടുത്ത് ഒരു കിതാബ് നോക്കി ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പറ്റൂല. ഞാൻ ആ വിഷയങ്ങളിൽ സാങ്കേതികത്വം പറയുന്ന ധാരാളം കിതാബുകൾ നോക്കി അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് പലതും പ്രയോഗിക്കുന്നത്. പക്ഷേ അത് പൊതുജനങ്ങളോട് പറയാൻ പറ്റാത്തത് കൊണ്ട്, അത് വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് വിശദീകരിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിലുള്ള ലയനം, അള്ളാഹുവിൻ്റെ തജല്ലി, അള്ളാഹുവിൻ്റെ പ്രാദുർഭാവം എപ്പോഴും കിട്ടുന്ന ആളുകൾ. ഈ പ്രാദുർഭാവം എന്ന് പറയുന്നത് ഹുലൂലല്ല കേട്ടോ, അതിനെ കുറിച്ച് പഠിക്കുക തന്നെ വേണം. അത് ഭാഷ പഠിച്ചതുകൊണ്ട് പറയൂല. ഇബാറത്ത് അർത്ഥം വെക്കാൻ കിട്ടുന്നത് കൊണ്ട് അത് തിരിയൂല. ലമീർ മടക്കാൻ പറ്റുന്നത് കൊണ്ട് അത് തിരിയൂല. അത് പഠിക്കന്നെ വേണം. അത് പഠിച്ചതിൻ്റെ ശേഷമേ അതിനെപ്പറ്റി വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ തജല്ലി, അള്ളാഹുവിൻ്റെ ലയനം, അത് എപ്പോഴും അനുഭവിക്കുക എന്ന് പറയുന്നത് ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനം എത്തിച്ചവർക്കും അതിൻ്റെ മുകളിലോട്ട് പോയ ആളുകൾക്കും അത് എപ്പോഴുമുള്ള സ്വഭാവമാണ്. ഒരു ഭാരത്ത് ഞാൻ വായിക്കാം. വഖവാസുൽ ഖവാസ് ഫീ ദവാമി തജല്ലി വൽ ഖവാസ്, വിലായത്തിൻ്റെ മർത്തബയിലേക്ക് എത്തിയ ആളുകൾ ബൈന കശ്ഫിൻ വഗിത്വാഇൻ, ചിലപ്പോൾ അവർക്ക് തജല്ലി ഉണ്ടാകില്ല, ചിലപ്പോൾ അവർക്ക് തജല്ലി ഉണ്ടാവും. അങ്ങനെയാണ്. വലിൽ ഖവാസുൽ ഖവാസ്, എന്നാൽ ഖവാസുൽ ഖവാസ് എന്ന് പറയുന്ന ആളുകളോ, അത് ആ ഖവാസുൽ ഖവാസ് എന്ന് പറഞ്ഞാൽ കുത്തുബിൻ്റെ മേലെയുള്ള ആളുകളെ ഖവാസുൽ ഖവാസ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയ ആളുകൾ ഫീ ദവാമി തജല്ലി, അതാണ് ഹുർരിയത്ത് പറഞ്ഞ മഖാമ്. അവർ ഫീ ദവാമി തജല്ലി, അവർ സദാ അള്ളാഹുവിലുള്ള ലയനാണ്. എന്തുകൊണ്ട്? അവരുടെ ഉബൂദിയ്യത്ത്, അള്ളാഹുവിൻ്റെ അടിമത്വം, ആ ഉബൂദിയ്യത്ത് ഭാര്യ സംസാരിക്കുമ്പോൾ, മക്കൾ സംസാരിക്കാൻ വന്നാൽ അതങ്ങ് അസ്തമിക്കുന്ന ഉബൂദിയ്യത്തല്ല. ഭാര്യ അങ്ങ് വന്ന് സംസാരിച്ചു, മക്കൾ വന്ന് സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു, ഇതുകൊണ്ടൊന്നും അസ്തമിക്കുന്ന, ഇല്ലാതെയായി പോകുന്ന ഉബൂദിയ്യത്ത് അള്ളാഹുവിൻ്റെ ലയനമല്ല. ആ ലയനം അള്ളാഹു ലയിച്ചിരിക്കെ തന്നെ അവർക്ക് ഈ സാധാരണയുള്ള വാക്കുകളൊക്കെ ചെയ്യാനും പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കാനും കഴിയും. അതാ മടവൂർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു രോഗികൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കലോട് കൂടെ അള്ളാഹു ലയിച്ചിരിക്കുകയാണ്. ദവാമു തജല്ലി. അപ്പോ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാവും, അവൻ കാണുന്ന കണ്ണ് ഞാനാവും എന്ന് മാത്രമല്ല എല്ലാ കഴിവുകളും അങ്ങനെയാകുന്ന അതിൻ്റെ വിവക്ഷ എന്ന് ആരിഫ്യങ്ങളിൽപ്പെട്ട മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അബ്ദുർ റസാഖ് അൽ ഖാഷാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബുകളൊന്നും ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നില്ല. അപ്പോൾ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി പറയാണ്, ഈ ഒരു ലയനാവസ്ഥയിലേക്ക് വലിയ എത്തിപ്പെട്ടാൽ ആ വലിയിൽ നിന്ന് അവതാരം തോന്നിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായിപ്പോകും. അത് അവിചാരിതമായി സംഭവിക്കുന്നതാണ്. അവതാരം സൂചിപ്പിക്കുന്നത് ഞാൻ അള്ളാഹുവാണെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ ഒക്കെ തോന്നിപ്പോകും. അങ്ങനെ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൊന്നും സംഭവിച്ചിട്ടുണ്ട്, എത്രയോ സംഭവിച്ചിട്ടുണ്ട്. അവിൽ ഇത്തിഹാദ്, അല്ലെങ്കിൽ അദ്വൈതം തോന്നിപ്പിക്കുന്ന വാക്ക്, വഹദത്തുൽ വജൂദ് തോന്നിപ്പിക്കുന്ന വാക്ക് വലിയിൽ നിന്ന് സംഭവിച്ചു പോവും. ലിഖുസൂരിൽ ഇബാറത്തി അൻ ബയാനി തിൽക്കൽ ഹാൽ, അവർക്ക് അപ്പോൾ അനുഭവിക്കുന്ന
ഈ ലയനം തന്നെ അതിൻ്റെ ഡോസിൽ വ്യത്യാസമുണ്ട്. വലിയ ഡോസിൽ ലയനം വരുന്ന സമയത്ത് അവർക്ക് അപ്പോൾ അനുഭവിക്കുന്ന ആ അവസ്ഥ, ആ സ്റ്റാറ്റസ്, അതിനെക്കുറിച്ച് അവർ പറയുന്ന ഒരു ശബ്ദമാണത്. അത് പറയാൻ അവർക്ക് വേറൊരു വാക്കുണ്ടാകില്ല. അവരുടെ ഭാഷ അശക്തമായി പോകുമ്പോൾ അവർ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു പോകും. വതഅദ്ദറൽ കശ്ഫു അന്നാ ബിൽ മഖാൽ, അത് നമുക്ക് വിശദീകരിക്കാനും സാധിക്കാത്ത പ്രയോഗങ്ങളായിരിക്കും. അങ്ങനെ സംഭവിക്കും. ഇതിനെക്കുറിച്ച് അദ്വൈതവാദിയാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇനി അപ്പോൾ അനല്ലാ എന്ന് വരെ പറയുന്ന വാക്ക് സംഭവിച്ചാലും പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അനല്ലാ എന്ന് പറയാൻ പാടില്ല, അറിഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല. പക്ഷെ അവരുടെ വാക്കൊന്ന് സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് കാഫിറായി എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പാടില്ല. ഒല അവസ്ഥയിൽ നിന്ന് മാറിയതിന് ശേഷം അവരോട് അതിൻ്റെ വിശദീകരണം ചോദിച്ചാൽ അവരതിൻ്റെ യഥാർത്ഥ അർത്ഥം പറയൂ. ഇത്തിഹാദ്, ഞാൻ പറഞ്ഞല്ലോ അദ്വൈതം. ഇത്തിഹാദിന് ഇമാം കാഷാനി, ആരിഫീങ്ങളിൽപ്പെട്ട ഇമാം കാഷാനി, ഇതിൻ്റെ പേര് തന്നെ ലതായിഫുൽ ഇഅ്ലാം ഫി ഇഷാറാത്തി അഹ്ലിൽ ഇൽഹാം, ഇൽഹാമിൻ്റെ അഹലുകാരായ ആരിഫീങ്ങൾ, അവരുടെ സാങ്കേതിക ഭാഷ വിശദീകരിക്കുന്ന കിതാബാണ്. ഇതിൽ എത്ര വാക്കുകളാണ് ഇതിൽ വിശദീകരിച്ചത്. ഇതിൽ പറയുന്നു അൽ ഇത്തിഹാദ് യുത്ലഖു വ യുറാദു ബിഹി ഉദ്ദത്തു മആൻ. നമ്മൾ മലയാളത്തിൽ അദ്വൈതം എന്ന് പറയുമെങ്കിലും ഇത്തിഹാദ് എന്ന് അറബിയിൽ പറയാം. ആ ഇത്തിഹാദിന് അല്ലെങ്കിൽ വഹദത്തുൽ വുജൂദിന് ധാരാളം മീനിങ് ഉണ്ട്. ഇതിൽ 7 മീനിങ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും മീനിങ് ഉണ്ട്. അതിന് 8ാമത്തെ മീനിങ് ഉണ്ട്, 9ാമത്തെ മീനിങ് ഉണ്ട്. അതിൽ ഒരു മീനിങ് ആണ് ബാത്തുലായ മീനിങ്. ഒരു മീനിങ് ആണ് അസംഭവ്യമായതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും അനിസ്ലാമികമായതും. അതേതാണ്? ഇവരെന്നെ പറയുന്നു, മിൻഹ ആരിഫീങ്ങളിൽപ്പെട്ട ഇവരെന്നെ പറയുന്നു, തസ്യീറു ദാത്തൈനി ദാത്തൻ വാഹിദത്തിൻ, 2 ദാത്ത് ഒന്നായി പോവുക. പിന്നെ രണ്ടാമത്തൊന്നില്ല. ദൈവം സൃഷ്ടിയാകുക, സൃഷ്ടി ദൈവമാകുക, ഇതൊരിക്കലും സംഭവിക്കൂല. അതാണ് പാടില്ലാത്ത അദ്വൈതം. ഏത്? സൃഷ്ടി ദൈവമാകുക, ദൈവം സൃഷ്ടിയാകുക എന്ന് പറയണത് അത് വഹുവ മുദാലിക മുഹാലുൻ, അത് അസംഭവ്യമാണ്. ബുദ്ധിപരമായിട്ട് തന്നെ അത് അസംഭവ്യമാണ്. ഫൈൻ കാന ഫഹുവ ഹാലുൻ, ഏതെങ്കിലും വലിയ ഞാൻ അല്ല എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ഹാലാണ്. അദ്ദേഹത്തിന് ഉണ്ടായ പെട്ടെന്ന് ഹാല, അത് നീങ്ങിപ്പോവും. ആ അവസ്ഥ നീങ്ങിപ്പോവും. ലയനത്തിന് നീങ്ങിപ്പോവില്ലെങ്കിലും ആ ഞാൻ അള്ളേനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം നീങ്ങിപ്പോവും. പിന്നെ എന്തുകൊണ്ടത് അസംഭവ്യമാണെന്ന് വിശദീകരിച്ച് നീ പറഞ്ഞിട്ടുണ്ട്. അനമൻ അഹുവ വമൻ അഹുവ അന, അതാ അനല്ലാഹു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അറിയാതെ പറഞ്ഞതാണെങ്കിൽ പ്രശ്നമല്ല. ഇനി പ്രശ്നമില്ലാത്ത കുറേ മീനിങ്ങുകളുണ്ട്, അതും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ 5ാമത്തെ ഒരു മീനിങ്ങായി ഇവർ പറയുന്നു, അമിന്ന ഇത്തിഹാദിന് അംഗീകരിക്കപ്പെടാവുന്ന ഇത്തിഹാദിന്റെ മാനയിൽപ്പെട്ടതാണ് അന്നഹും യുത്ലിഖൂനൽ ഇത്തിഹാദ വയുരീദൂന ബിഹി ഹാലത മൻ കാനൽ ഹഖ്ഖു സമഅഹു വബസറഹു വലിസാനഹു വയദഹു ബിഹൈസു തഉമ്മു ജമീഉ ഖുവാഹു വജവാരിഹു ഹുവിയതഹു തആല അലൽ മഅന അല്ലദീ യലീഖു ബിഹി സുബ്ഹാനഹു വദാലിക നതീജതു തഖർറുബി ഇലൈഹി ബിന്നവാഫിൽ മുശാർ ഇലൈഹി ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹികായതൻ അൻ റബ്ബിഹി ലാ യസാലുൽ അബ്ദു യതഖറബു ഇലൈഹി ബിന്നവാഫിലി. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ അവസ്ഥ, അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹുവിൽ ലയിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ ഈ അള്ളാഹുവിൽ ലയിച്ചു പോകുന്ന, പൂർണ്ണമായി ലയിച്ചു പോകുന്ന അവസ്ഥക്കാണ് ഹുർരിയത്ത് എന്ന് പറയുക. എന്താണ് ഹുർരിയത്ത്? ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമത്വം വലിച്ചെറിയുക എന്നല്ല. പിന്നെന്താണ് അൽ ഹുർരിയത്തു? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സയ്യിദു ത്വായിഫ, സൂഫിയാക്കളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു, അവർ പറഞ്ഞു, അൽ ഹുർരിയത്തു ആഖിറു മഖാമാത്തിൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ മഖാമിൽ വെച്ച് അവസാനത്തെ മഖാമാണ് ഹുർരിയത്ത്. ഷെയ്ഖ് സിറാജുദ്ദീൻ തൂസി അവരുടെ അല്ലുമ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞ ഈ വാക്കിനെ ഉദ്ധരിച്ചതായി കാണാം. അൽ ഹുർരിയത്തു ആഖിറു മഖാമാത്തിൽ ആരിഫീൻ, ആരിഫീങ്ങളെ മഖാമെന്ന് ലാസ്റ്റ് മഖാമാണ് ഹുർരിയ എന്ന് പറയുന്ന മഖാം. കാരണം എന്താ?
അത് സദാ അള്ളാഹുവിൽ അങ്ങ് ലയിക്കുക. അള്ളാഹിൻ്റെ പ്രാദുർഭാവമില്ലാത്തൊരവസ്ഥയല്ല. അവർ പിന്നെ അങ്ങനെയാണ് മരിക്കുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ സ്വഭാവം അവരിലൂടെ പ്രകടാവും. സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ സ്വഭാവം അവരിലൂടെ പ്രകടമാകും. കാരണം തഹല്ലുക്കൊക്കെ കഴിഞ്ഞ് തഹക്കുക്കും കഴിഞ്ഞ ആളുകളാണ് അവർ. എല്ലാ വിഷയത്തിലും വേണ്ടാത്ത സ്വഭാവം അക്രമങ്ങൾ കാണിച്ചാൽ അവരോട് അള്ളാഹു കോപിക്കുന്നത് പോലെയുള്ള ഗൗരവമേറിയ കോപം അവരിൽ നിന്ന് പ്രകടമാവും. അള്ളാഹു മുത്തകബ്ബിറല്ലേ, അള്ളാഹു ജബ്ബാറല്ലേ, അള്ളാഹു ഖഹാറല്ലേ. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അവരിൽ നിന്ന് പ്രകടമാവും. എന്നാൽ റഹ്മത്ത് കാണിക്കേണ്ട ആളുകളോട് അങ്ങേയറ്റത്തെ റഹ്മത്തും അവരിൽ നിന്ന് പ്രകടമാകുന്ന അവസ്ഥയിലായിരിക്കും അള്ളാഹുവിൻ്റെ സദായ ലയനം കിട്ടിയ ഹുർരിയ എന്ന് പറയുന്ന മഖാമ് കിട്ടിയ ആളുകളുടെ അവസ്ഥ. ആ മഖാമ് കിട്ടിയ പിന്നെ അദ്ദേഹത്തിന് അബ്ദുല്ല എന്ന് പറയും. നേരത്തെ പറഞ്ഞിരുന്ന മഖാമൊക്കെ ആ വ്യക്തിക്ക് പറയാം. അബ്ദുല്ലാന്നും അബ്ദുറഹീം അബ്ദുസലാം നേരത്തെ പറഞ്ഞിരുന്ന മുഴുവൻ മഖാമുകളും ഈ ഹുർരിയത്ത് എന്ന മഖാമ് കിട്ടിയാലും പറയും. പക്ഷേ മഖാമ് മാറുന്ന അവസ്ഥയാണ് നാം പറയുന്നത്. ഹുർരിയത്ത് എന്ന് പറയുന്ന മഖാമ് വരെ അബ്ദുല്ല എന്ന് പറഞ്ഞ മഖാം എത്തുന്നത് വരെ അബാദിലത്ത് എന്ന് പറഞ്ഞത് കഴിഞ്ഞു. പിന്നെ അബാദിലത്ത് ഇല്ല. പിന്നെ ഹുർരിയത്ത് എന്നുള്ള മഖാമിലേക്കാണ് എത്തുന്നത്. ഹുർരിയത്തിൽ എന്നുള്ള മഖാമ് ആഖിറു മഖാമാത്തിൽ ആരിഫീങ്ങളുടെ സ്ഥാനമാനങ്ങളിൽ അവസാനത്തെ മഖാമ. അത് അവസാനത്തെ മഖാമായാലും അതിനുമുണ്ട് ഡോസ് വ്യത്യാസം. അതിന് ഡോസ് വ്യത്യാസമുണ്ട്, സ്റ്റാൻഡേർഡ് വ്യത്യാസം അതിലുമുണ്ട്. ഹുർരിയത്ത് എന്നുള്ള ഒരൊറ്റ വാക്കാണെങ്കിലും അതിന് കുറേ വ്യത്യാസങ്ങളുണ്ട്. ഹുർരിയത്ത് തന്നെ രണ്ട് വിഭാഗം ഹുർരിയത്തുണ്ട്. അൽ ഹുർരിയത്തുൽ കസ്ബിയ, അൽ ഹുർരിയത്തുൽ വഹബിയ. അൽ ഹുർരിയത്തുൽ കസ്ബിയ വഹബിയ എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു ഓശാരാണ്ട് കൊടുക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ. അത്രയല്ല അതിൻ്റെ അർത്ഥം. അതിന് സൂഫിയാക്കൾ ആരിഫീങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു പദമാണ്. അവർ തന്നെ അതിനൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ആരിഫീങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് നാം ഭാഷാർത്ഥം വെക്കാൻ പാടില്ല. എന്നിട്ട് അവരിപ്പോൾ തെറ്റിപ്പോയി എന്ന് പറയാൻ പാടില്ല. ഇനി കണ്ടോളൂ, ഇമാം അശ്ശൈഖ് അബൂ അലിയിൻ ദഖാഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അവർ ആരിഫീങ്ങളിൽ സുപ്രസിദ്ധനായ അബുൽ ഖാസിമിൽ ഖുശൈരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈഖാണ്, ഗുരുവാണ് അബൂ അലിയിൻ ദഖാഖ് റളിയല്ലാഹു അൻഹു. അവർ പറയുന്നത് എന്താ? അൽ ഹുർരിയത്തു അല്ലാ യകൂനൽ അബ്ദു തഹത റിഖിൽ മഖ്ലൂഖാത്ത്. ഒരു സൃഷ്ടിക്കും അടിമത്വം കൊടുക്കാതിരിക്കുക, അതാണ് ഹുർരിയത്ത് എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് അടിമത്തമില്ലാതിരിക്കുക എന്നല്ല, ഒരു സൃഷ്ടിയുടെയും അടിമത്വത്തിന്റെ കീഴിലാവാതിരിക്കുക ഒരടിമ. അതല്ല ഔലിയാക്കന്മാർ. ഔലിയായി രാജാക്കന്മാർ അടിമത്വത്തിലല്ല ഉള്ളത്. ആലിമീങ്ങൾ ചിലപ്പോ ഭരണാധികാരിയെ പേടിച്ചിട്ട്, രാജാവിനെ പേടിച്ചിട്ട്, പോലീസിനെ പേടിച്ചിട്ട്, പ്രധാനമന്ത്രിയെ പേടിച്ചിട്ടൊക്കെ ചിലപ്പോൾ വാക്ക് മാറിക്കൂടായില്ല. വലിയ ഔലിയാക്കന്മാർക്ക് ആ ഒരു ഗതി വരൂല. വലിയന് ആ പ്രശ്നം വരൂല. അതാ വലിയ ഒരാളുടെയും അടിമത്തത്തിന്റെ കീഴിലല്ല എന്ന് പറയുന്നത്. അൽ ഹുർരിയത്തു അല്ലാ യകൂനൽ അബ്ദു തഹത റിഖിൽ മഖ്ലൂഖാത്തി. ഒരു സൃഷ്ടിയുടെയും അടിമത്വത്തിന്റെ കീഴിൽ അടിമ ആവാതിരിക്കുക, ഏകനായ അള്ളാഹുവിൻ്റെ അടിമത്വത്തിൽ മാത്രം ആയിരിക്കുക. നമ്മളൊക്കെ പറയും, നമ്മുടെ വിശ്വാസം വാദമൊക്കെ എന്താണ്? നമ്മൾ അള്ളാഹുവിൻ്റെ മാത്രം അടിമേന് എന്ന്. എവിടെ? നമ്മൾ അബ്ദു ഷഹവത്താണ്, വികാരത്തിന്റെ അടിമേന്, വികാരങ്ങളുടെ അടിമ അല്ലേ? എല്ലാ വികാരവും ഭക്ഷണം കഴിക്കലൊരു വികാരമാണ്, ഉറക്കം ഒരു വികാരമാണ്, ഭാര്യയുമായുള്ള ബന്ധം അതൊരു വികാരമാണ്. ഇങ്ങനെ എന്തെല്ലോ വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളുടെയൊക്കെ അടിമ അബ്ദുൽ ഷഹവാത്ത് നമ്മളെ കുറിച്ച് പറയാം. അബ്ദുല്ല എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു വാദാണ്, തെളിവില്ലാത്തൊരു വാദം. ഔലിയ അങ്ങനല്ല, സ്വാലിഹീങ്ങൾ അങ്ങനല്ല. ഹുർരിയത്ത്, ആ ഹുർരിയത്ത് കിട്ടാനാണ് ഔലിയാക്കന്മാർ ശ്രമിക്കുന്നത്, അള്ളാഹുവിന് മാത്രം അടിമത്തം കൊടുക്കാൻ. വലാ യജ്രി അലൈഹി സുൽത്താനുൽ മുകവ്വനാത്ത്. ഒരു സൃഷ്ടികളുടെയും സ്വാധീനം ആ വലിയനെ സ്വാധീനിക്കുകയില്ല. ഒരു സൃഷ്ടിൻ്റെ സ്വാധീനം അവനെ സ്വാധീനിക്കുകയില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനാണ് ആരിഫീങ്ങൾ ഹുർരിയത്ത് എന്ന് പറയുക എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അടിമത്തം വലിച്ചെറിയലല്ല. ഇനി കേട്ടോളൂ,
അശ്ശൈഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഹുർരിയത്തു ഹിയ ഇഖാമത്തു ഹുഖൂഖിൽ ഉബൂദിയ്യത്തി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് മാത്രം അവൻ്റെ അടിമത്വത്തിൻ്റെ അവകാശങ്ങൾ, അല്ലാഹു തആലാക്കുള്ള സമർപ്പിക്കേണ്ട അടിമത്വത്തിൻ്റെ അവകാശങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. ഫഹുവ ഹുർറുൻ അമ്മാ സിവല്ലാഹ്, അള്ളാഹുവേതരങ്ങളിൽ നിന്നെല്ലാം അവൻ സ്വതന്ത്രനാ. വലിയാണ് സ്വതന്ത്രൻ. ആരിൽ നിന്ന്? അള്ളാഹുവേതരങ്ങളിൽ നിന്ന്. അള്ളാഹുവേതരം എന്ന് പറഞ്ഞാൽ അത് മഖാമ് ഔലിയാക്കന്മാർക്ക് പിന്നെ ചെറിയ ഔലിയായിനൊക്കെ, കുതുബാവാത്ത ഔലിയായിന് ഒക്കെ മഖാം ഇങ്ങനെ തേടുക. മഖാമിൻ്റെ അടിമയായി പോയി. ശൈവത്തിന് അടിമയൊന്നല്ല, എഴുന്നൊക്കെ കഴിച്ചില്ലായി. ദോഷങ്ങളുടെ അടിമയല്ല, തീറ്റയുടെ അടിമയല്ല, ഉറക്കത്തിൻ്റെ അടിമയല്ല, മടിയുടെ അടിമയൊന്നുമല്ല. പിന്നെന്താണ്? ആഖിറത്തിൻ്റെ അടിമയായി. അതെങ്ങനെ? അള്ളാഹ് സ്ഥാനം എങ്ങനെ തേടുക, മഖാം എങ്ങനെ കയറലിനെ തേടുക? അതും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പൂർണ്ണ അടിമയായിട്ടില്ല. അള്ളാഹു മഖാമിലേക്ക് അള്ളാഹു അങ്ങോട്ട് ഉയർത്തു. ഇത് തേടേണ്ട ആവശ്യമില്ല. ആ ഒരു തിരിച്ചറിവിലേക്ക് വലിയ എത്തിയിട്ട് ഞാനിനൊന്നും തേടൂല, എന്നെ അള്ളാഹു എവിടെ വെച്ചാലും വേണ്ടില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തി അള്ളാഹുവേതരങ്ങളിൽ നിന്നെല്ലാം അടിമമുക്തനായി ഒഴിക്കുന്ന അവസ്ഥക്കാണ് ഹുർരിയത്ത് എന്ന് പറയുക. ഇതാ വേറെ പല മഹാന്മാരും പറഞ്ഞത്. കമാലുദ്ദീനുൽ കാഷാനി, അബ്ദുർ റസാഖ് അൽ കാഷാനി പറഞ്ഞത് അൽ ഹുർരിയത്തു അൽ ഇന്തിലാഖു അൻ റിഖിൽ അഗിയാർ. അതുതന്നെ അള്ളാഹുവേതരങ്ങൾക്ക് അടിമത്തം നൽകുന്നതിൽ നിന്ന് പുറപ്പെടുക. ഇനി നജ്മുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹുർരിയത്തു, അവരുടെ കിതാബുകളും പേജ് നമ്പറുകളൊന്നും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പ്രസ്താവന മാത്രം വായിച്ചു പോകുന്നത്. ആ ഗ്രന്ഥങ്ങളുടെ കിതാബ് പേരും പേജ് നമ്പറൊക്കെ പറയാനുണ്ട്. അതൊന്നും പറയാതെ തന്നെ നമ്മുടെ സമയം കുറെ അങ്ങ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും വായിക്കുന്നില്ല. അൽ ഹുർരിയത്തു അനിൽ അഗിയാരി മൂദഅത്തുൻ ഫി ഉബൂദിയത്തിൽ മലിക്കിൽ ജബ്ബാർ. അള്ളാഹുവേതരങ്ങളിൽ നിന്ന് അവർക്ക് അടിമത്വം സമർപ്പിക്കുന്നതിൽ നിന്നും എപ്പോഴാണ് സ്വതന്ത്രനാവുക? അത് ഫി ഉബൂദിയത്തിൽ മലിക്കിൽ ജബ്ബാർ. സർവജ്ഞനായ രാജാതിരാജനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ. ഉബൂദിയത്ത് മലയാളത്തിൽ ആരാധിക്കുക എന്നൊക്കെ പറയട്ടെ. ഉബൂദിയത്ത് ഇബാദത്തൊന്നല്ല, സാധാരണ ആരാധനയൊന്നുമല്ല, അതൊക്കെ പവർ കൂടിയ ആരാധന. അതൊക്കെ സാങ്കേതിക ഭാഷയാണ്. അത് ഡിക്ഷണറി നോക്കിയിട്ട് ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ ആരാധനയിൽ നിക്ഷേപിക്കപ്പെട്ടതാണ് ആ ഹുർരിയത്ത്. അപ്പം അള്ളാഹുവിനെ ആരാധിക്കണം. ഫമൻ ഇസ്ദാദത്തു ഉബൂദിയത്തുഹു, അള്ളാഹുവിനിക്കുള്ള ഉബൂദിയത്ത് അത് ആർക്കാണ് അത് വർദ്ധിക്കുന്നത്, കൂടിപ്പോകുന്നത്? അള്ളാഹുവിനിക്കുള്ള അടിമത്വം കൂടിപ്പോയാൽ ഇസ്ദാദത്തു ഹുർരിയത്തു, അവൻ്റെ സ്വാതന്ത്ര്യം, അവന് ഹുർരിയത്ത് വർദ്ധിക്കും. അടിമകളിൽ നിന്നുള്ള ഹുർരിയത്ത്, ആ ഹുർരിയത്ത് വർദ്ധിക്കും. എന്താണ് പറയാൻ കാരണം? ഫലിൻ നഫ്സി ഉബൂദിയത്തു ദുനിയ, നഫ്സുൽ അമ്മാറക്ക് ദുനിയാവിനോടുള്ള അടിമത്വം ഉണ്ടാവും. അതിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വലിയ തുടക്കത്തിൽ അങ്ങനെയായിരിക്കും. വലിയന് തീറ്റയോട് ആഗ്രഹം ഉണ്ടാവും, കുടിയോട് ആഗ്രഹം ഉണ്ടാവും, ഭാര്യയുമായി ബന്ധപ്പെടുന്നതിനോട് ആഗ്രഹം ഉണ്ടാവും, ഉറങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ കയ്പോട് കൂടെ അതൊക്കെ ഒഴിവാക്കുന്നത് വലിയ തുടക്കത്തിൽ. അപ്പോൾ അവിടെ ഉബൂദിയത്തു ദുനിയ കുറേശ്ശെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ ഒഴിവാക്കിയാലും കുറച്ച് ഒഴിവാക്കാതെയും ഒക്കെ ഉണ്ടാവും. ആ ഉബൂദിയത്തു ദുനിയ ആദ്യം ഉണ്ടാവും. വലിൽ ഖൽബി ഉബൂദിയത്തുൽ ആഖിറ. എന്നാൽ ആത്മീയത വേണമെന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയുടെ അവസ്ഥ എത്തുന്നതിനാണ് കൽബ് എന്ന് പറയുക. ഈ കൽബ് എന്ന് പറയുന്നതും നഫ്സ് എന്ന് പറയുന്നതൊക്കെ സൂഫിയാക്കളെ ഇസ്തുലാഹാണ്. അത് ഡിക്ഷണറി അർത്ഥമല്ലേ. കൽബിന് അർത്ഥം വ്യത്യാസമുണ്ട്, റൂഹിന് അർത്ഥം വ്യത്യാസമുണ്ട്. റൂഹിന് ആത്മാവ് എന്ന് ഡിക്ഷണറി കാണും. ഇവിടെ റൂഹ് എന്ന് പറയുന്നത് ആ അർത്ഥമല്ല, അത് പവർ വർദ്ധിക്കുന്നതിനാണ് പറയണത്. അപ്പോൾ നഫ്സുൽ അമ്മാറ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി നന്നാവണം എന്നുള്ള ആത്മീയ ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് കൽബ് എന്ന് പറയുക. ആ കൽബിനിക്കും ഉണ്ടാവും അടിമത്വം. എന്താ അടിമത്വം? ഉബൂദിയത്തുൽ ആഖിറ, സ്വർഗം കിട്ടണം എന്നുള്ളതാണ് അവിടുത്തെ അടിമത്വം ഉണ്ടാവും. സ്വർഗത്തിൻ്റെ അടിമായി. ഇത് സൂഫിയാക്കൾ അംഗീകരിക്കൂല. സ്വർഗത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ അവൻ ആമീയ, പമ്പര വിഡ്ഢിയാണ് എന്നാ സൂഫിയാക്കൾ അടുക്കൽ അവനെ പറ്റി പറയാം. അതൊന്നും കഴിച്ചിലാവണം. വലിർറൂഹി ഉബൂദിയത്തു ദറജാത്തി വൽ ഖുർബാത്തി വൽ കറാമാത്ത്. ഉണ്ടോ? പിന്നെ കൽബ് എന്നുള്ള അവസ്ഥ ഇത് മുന്നേറി
അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹ് വലിയ മഖാമുകളും ദറജകളും ഒക്കെ കൊടുക്കുക. നുഖബായ്, നുജബായ്, ഔത്താദ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ അള്ളാഹ് കൊടുക്കുക. ആ സ്ഥാനമൊക്കെ കൊടുക്കുമ്പോൾ ആ വലിയൻ്റെ സ്റ്റാറ്റസിന് പറയാ റൂഹ് എന്നാ പറയാ, റൂഹുള്ള വ്യക്തി എന്നാ പറയാ. പക്ഷെ ആ റൂഹിനുണ്ടാവും ഉബൂദിയത്ത്, അടിമത്വം. എന്താണ് ആ റൂഹിൻ്റെ അടിമത്വം? ഇപ്പോൾ നജീബ്, നുജബായ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട വലിയൻ്റെ അടിമത്വം എനിക്ക് നുഖബായ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് കയറണം, അതിൻ്റെ അടിമയായിട്ടാണ് നിൽക്കുക. ആ സ്ഥാനത്തുള്ള വലിയൻ്റെ ഇബാദത്തിൻ്റെ ഒക്കെ ശ്രമം എങ്ങോട്ടാണ് പോണത്? എനിക്കിതിൻ്റെ മേലുള്ള അബുദാലി എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് കയറണം. അവിടത്തെ വലിയ എനിക്ക് ഔത്താദ് എന്ന സ്ഥാനത്തേക്ക് കയറണം. അവിടുത്തെ വലിയ എനിക്ക് കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് കയറണം. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അത് ഒരു ലക്ഷ്യമായിക്കൊണ്ടിരിക്കും. അത് മോശപ്പെട്ട ലക്ഷ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഔലിയാന്റെ തുടക്കത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ലക്ഷ്യമല്ല. പക്ഷേ വലിയ സ്ഥാനത്തേക്ക് എത്തിയവരെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് അതൊക്കെ അടിമത്തം. അപ്പോൾ റൂഹിനിക്കും അടിമത്തമുണ്ട്. ആ അടിമത്തത്തിൽ നിന്ന് കഴിച്ചിലാവണം. അതിനൊക്കെ കഴിച്ചിലായതിൻ്റെ ശേഷം ഹുർരിയത്ത് ഉണ്ടാവുക. ഹുർരിയത്ത് എന്ന സ്ഥാനത്തേക്ക് എത്തുക. ഫലിദാ തഫറദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അബദിയ്യത്തി മുത്ലഖ. അപ്പോൾ ഹുർരിയത്ത് സമ്പൂർണമായി എത്തിച്ച ആള് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് അമ്പിയാക്കന്മാരില്ല, ഇല്ല. ഔലിയാക്കന്മാരും ഇല്ല, അമ്പിയാക്കന്മാരും ഇല്ല. എന്താ അതിന് കാരണം? അതിന് കാരണമുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ കിതാബിൻ്റെ നേരെ നോക്കിയാലേ കിട്ടൂല എൻ്റെ കാരണം. എവിടെയാണ് അവിടെ ഉബൂദിയത്ത് എവിടെ നഷ്ടപ്പെട്ടു പോണത്? അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അമ്പിയാക്കന്മാർക്കൊക്കെ എവിടെ ഉബൂദിയത്ത് സംഭവിച്ചു പോകുന്നത്? അമ്പിയാക്കന്മാരെ മഖാമ് മോഹിച്ചിട്ടാ? അല്ല. അമ്പിയാക്കന്മാർക്ക് മുർസലീങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ തജല്ലി ഷുഹൂദ് അവർക്കുണ്ടാകുമ്പോൾ, അള്ളാഹുവിൻ്റെ ദർശനവും തജല്ലിയും അവർ അനുഭവിക്കുമ്പോൾ, അവരോട് മനുഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, ഉമ്മത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് എന്തോ സംസാരിച്ചാൽ അള്ളാഹുവിൻ്റെ തജല്ലിക്ക് ഒരു മയക്കാറ് വീണതുപോലെ, ഒരു മറ വീണതുപോലെ അതങ്ങ് ഒരു ഡോസ് പറ്റേ കുറഞ്ഞു പോവുകയും കൂടുതൽ ശ്രദ്ധ ഈ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനോട് ഉള്ള ബന്ധമായി പോകും. രണ്ടും കൂടെ ഒരേ ഡോസിൽ രണ്ടും കൂടെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അമ്പിയാക്കന്മാർക്കില്ല. അത്രയും കപ്പാസിറ്റി ഔലിയാക്കന്മാർക്കില്ല. എവിടെയെങ്കിലും ഓരോരുത്തർ കുറവ് വരും. ഒന്നിരിക്കൽ ഈ സൃഷ്ടികളോട് സംസാരിക്കുന്നതിൽ പയവൊക്കെ വരും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദർശനത്തിൽ ചെറിയ മാറ്റം വരും. എന്നാൽ അതിൽ ഒരു നിലക്കും സൃഷ്ടികളെ ദർശിക്കുന്നതിലും അള്ളാഹുവിൻ്റെ ദർശനത്തിലും ഒരു മാറ്റം വരാതെ സമ്പൂർണ്ണമായി അള്ളാഹുവിനെ ദർശിക്കാൻ കഴിവുള്ള ഒരൊറ്റ സൃഷ്ടിയേ ഉള്ളൂ. മലക്കുകൾ വരെയല്ല. ആരാണ്? ഹബീബുൽ ആലം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുത്തനബിക്കാണ് ഹുർരിയത്തു അൽ കാമില. കമാലുൽ ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ കമാലുൽ ഹുർരിയത്തിൻ്റെ പാരമ്യം മുത്തനബിക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കമാലുൽ ഹുർരിയത്ത് ഔലിയാക്കന്മാർക്കും ഉണ്ടാവും. അതും വേണം മനസ്സിലാക്കുക. കാരണം കമാലുൽ ഹുർരിയത്ത് എന്ന് പറയുന്നത് ഹുർരിയത്തുൽ കസ്ബിയ എന്ന് പറയുന്ന സ്ഥാനം കഴിഞ്ഞിട്ട്, മഖാമ് കഴിഞ്ഞിട്ട് ഹുർരിയത്തുൽ വഹബിയ എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്. ആ സ്ഥാനം കമാലുൽ ഹുർരിയത്താണ്. അതിൽ കുറേ ഡോസ് ഉണ്ട്. അതിനങ്ങനെ കയറി അതിൻ്റെ പാരമ്യം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാവും. ഇന്ന് മുത്തനബി ഉൾക്കൊണ്ട ആ കമാലുൽ ഹുർരിയത്ത് വേറെ ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇമാം കുശൈരി പറഞ്ഞതൊക്കെ ഉണ്ട്. ഹഖീഖത്തുൽ ഹുർരിയ ഫി കമാലുൽ ഉബൂദിയ. ഹുർരിയ എന്ന് പറഞ്ഞാൽ അത് കമാൽ ഉബൂദിയത്തിൻ്റെ കമാലാണ്. അത് ഇമാം കുശൈരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ഹുർരിയത്ത് കസ്ബിയ? അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹുർരിയ എന്ന് പറയുന്നത് ലയനാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അതിന് ഒരു ഭാഗത്തും കൂടെ ഞാൻ വായിക്കാം. ഞാനീ പറയുന്നതൊക്കെ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റിദ്ധാരണകളോ പിശകുകളോ ഒന്നുമല്ല. പല തവണ വായിച്ച് മനസ്സിലാക്കി നമ്മളെ മനസ്സിൽ സമാഹരിച്ച് വെച്ച ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. അത് ഓരോന്നിനും തെളിവ് പറയുമ്പോൾ പ്രയാസമാവും. എന്താ, ആവശ്യമുള്ളവർക്ക് ഞാൻ അതും കൂടെ വായിക്കാം. മഖാമുൽ ഹുർരിയ ഹുവൽ ഫനാഉ അനിൽ ഫനാ. ആരാ പറയണത്? ഷെയ്ഖ് ഇബ്നു അറബി റഹിമഹുല്ലാ. ഫനാ ലയനാണ്. ആ ലയനം അള്ളാഹു ലയിച്ച വലിയ, ഞാൻ ഇപ്പം അള്ളാഹു ലയിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ധാരണ ചിലപ്പോൾ വലിയന് വരും. അത് അള്ളാഹു ഏതര. അള്ളാഹു ലയിച്ച വലിയ
ഞാനിപ്പോൾ അള്ളാഹു ലയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം ആ വലിയന് വരും. അതും അള്ളാഹു വേദരാണ്. അപ്പം ആ ലയിച്ചിരിക്കുന്നു എന്നുള്ളതിനെ തൊട്ടും ലയനം വേണം. അതാ ഫനാഉൻ അനിൽ ഫനാ, അതിന് ബഖാ എന്നുള്ള പേരും പറയും. അപ്പം ഫനാഉൻ അനിൽ ഫനാ എന്ന് പറഞ്ഞ സ്ഥാനത്തെക്കുറിച്ചാണ് പൂർണ്ണ എല്ലാ അർത്ഥത്തിലും അള്ളാഹു വേദരങ്ങളിൽ നിന്ന് ലയനമുണ്ടാകുന്നതിനെ സംബന്ധിച്ചാണ് ഹുർരിയത്ത് എന്ന് പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞത് ഈ ഹുർരിയത്തുൽ കസ്ബിയത്താണ്. എന്താണ് ഹുർരിയത്തുൽ കസ്ബിയ? അത് ഞാനുണ്ടാക്കിയതല്ല. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ, സൂഫിസത്തിൽ വലിയ ഗ്രന്ഥമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഹിക്കമുൽ അതാഇയ്യ, ഇബ്നു അതാഇല്ല സിക്കന്ദരിയുടെ കിതാബ് ഹിക്കം. വലിയ മാരിഫത്താണത്. ആ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ഇജാസത്ത് പ്രകാരം രചിച്ച ഗ്രന്ഥമാണ് അത്. കാദൽ ഹിക്കമു അൻ തകൂന ഖുർആന എന്നാ പറഞ്ഞത്. ഹിക്കമ് ഖുർആനിനെ പോലെ ആവാൻ അടുത്തായി. അപ്പൊ കുഫ്രിയത്തല്ലേ എന്ന് പറയണത്, ഞാൻ പറഞ്ഞതല്ല, അത് ഇമാമികൾ പറഞ്ഞൊരു വാക്കാണ്. ഹിക്കമ് ഖുർആൻ ആവാൻ അടുത്തായി. അത്രത്തോളം മഅരിഫത്തും സ്വാധീനവും അർത്ഥഗാംഭീര്യവും അതിലുണ്ട്. ആ ഹിക്കമിന് വ്യാഖ്യാനം എഴുതുകയും നമ്മളെ ആലിമീങ്ങളും ഇമാമീങ്ങളൊക്കെ സാധാരണ അംഗീകരിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യാഖ്യാനം എഴുതിയ മഹാനാണ് ഇബ്നു അജീബ, അഹ്മദ് ഇബ്നു അജീബ. അവർ ഖുർആനിക്ക് അൽ ബഹറുൽ മദീദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം, ഖുർആന്റെ തഫ്സീർ, മഹനീയമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. സൂഫി തഫ്സീർ എഴുതിയിട്ടുണ്ട്. അവർ പ്രസിദ്ധമാണ്. അവർ തസവൂഫിൻ്റെ സാങ്കേതികത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു കൃതി മിഅ്റാജ് എന്ന് പറഞ്ഞൊരു കൃതി എഴുതി. അതിലവർ പറഞ്ഞു അൽ ഹുർരിയത്തുൽ കസ്ബിയ. എന്താണ് ഹുർരിയത്തുൽ കസ്ബിയ? ഹിയ തസ്ഫിയത്തുൽ ബാത്തിനി മിൻ ഹുബ്ബി ഗൈരിൽ ഹഖ്. നേരത്തെ പറഞ്ഞത് തന്നെ, എല്ലാവരും പറഞ്ഞത് തന്നെ, നേരത്തെ ഇതുവരെ പറഞ്ഞത് തന്നെയാണ് ആ പറയുന്നത്. അത് വ്യത്യസ്ത ശബ്ദങ്ങളാണെങ്കിലും ഉദ്ദേശ്യം ഒന്നാണ്. അല്ലാഹുവേതരങ്ങളെ മഹബത്ത് വെക്കുന്നതിൽ നിന്നും അവൻ്റെ മനസ്സിനെ ബാത്തുനി എന്ന് പറഞ്ഞാൽ അല്ലീനും പറയും. അത് നഫ്സാവട്ടെ, ഖൽബാവട്ടെ, റൂഹാവട്ടെ, സിറാവട്ടെ, അല്ലീനും പറയാൻ പറ്റുന്ന വാക്കാണ്. അവൻ്റെ ഉള്ളിനെ അള്ളാഹുവേതരങ്ങളിലേക്ക് ചായുന്നതിൽ നിന്നും, ചായാൻ തന്നെ പാടും, ഹുബ്ബാന ചായല, മഹബത്തൊക്കെ ചായ, അതിൽ നിന്നും സ്ഫുടമാക്കുക. അതന്നെയാണ് നേരത്തെ പറഞ്ഞ ഹുർരിയത്ത്, സ്വതന്ത്രമാക്കുക. അള്ളാഹുവേതരങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന്, മഹബത്ത് വെക്കുന്നതിൽ നിന്ന്, അതിലേക്ക് ചായുന്നതിൽ നിന്ന് അവൻ്റെ സ്വന്തത്തെ സ്ഫുടമാക്കുക, സ്വതന്ത്രമാക്കുക. അതാണ് ഹുർരിയത്ത്. അത് നാം ചെയ്യുന്നതാണ്, വലിയ ചെയ്യുന്നതാണ്. ഹത്ത, എത്രത്തോളം അത് സ്വതന്ത്രമാക്കണം? ഹത്താ ലാ യബ്ഖാ ഫീഹി ബഖിയ്യത്തുൻ ലിഗൈരില്ലാഹ്. അല്ലാഹുവേതരത്തിന് അതിൽ ശേഷിപ്പേ ഉണ്ടാവാൻ പാടില്ല, ചിന്തയേ വരാൻ പാടില്ല. ചില ഇബാറത്തിൽ ഖാത്തിർ എന്നുണ്ട്, ഒരു ചിന്ത വരെ വരാൻ പാടില്ല. അള്ളാഹു അല്ലാത്തൊരു ചിന്ത വരെ വരാൻ പാടില്ല. അപ്പൊ സമ്പൂർണമായ ലയനം. ഇതാണ് ഏത് അൽ ഹുർരിയത്തുൽ കസ്ബിയ എന്ന് പറയുന്നത്. വഹാദിൽ ഹുർരിയത്തുൽ കസ്ബിയ, ഈ ഹുർരിയത്തുൽ കസ്ബിയ ഇപ്പൊ പറഞ്ഞ ഹുർരിയത്തുൽ കസ്ബിയ ഹിയ സബബുൽ ലഫരി ബിൽ ഹുർരിയത്തുൽ വഹബിയ. ഇങ്ങനെ ഒരു വലിയ ആവാൻ ശ്രമിച്ചാൽ, ഇതൊക്കെ ഡോസ് വ്യത്യാസമുണ്ട്. ആവാൻ ശ്രമിച്ചാൽ അവൻ ഹുർരിയത്തുൽ വഹബിയ എന്ന് പറയുന്ന ആ മഖാമ് കൊണ്ട് വിജയിക്കാൻ അത് കാരണമാവും. കാരണം എന്ന് പറഞ്ഞാൽ ഹുർരിയത്തുൽ കസ്ബിയ ഉണ്ടാകുമ്പോൾ തന്നെ ഹുർരിയത്തുൽ വഹബിയ ഉണ്ടാകുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഹുർരിയത്തുൽ കസ്ബിയ അത് കാരണമാണ്. അതിൻ്റെ അള്ളാഹു തആല വിചാരിച്ചൊരു ഡോസ് ഉണ്ടാവും. ആ ഡോസിലേക്ക് എത്തുമ്പോൾ അള്ളാഹു തആല ഹുർരിയത്തുൽ വഹബിയ കൊടുക്കും. അപ്പം എന്താ ഹുർരിയത്തുൽ വഹബിയ? അതും അവർ തന്നെ പറയുന്നു. അൽ ഹുർരിയത്തുൽ വഹബിയ, ഹുർരിയത്തുൽ വഹബിയ എന്ന് പറഞ്ഞാൽ ഹിയ ഗൈബത്തുൽ അബ്ദി ഫീ മളാഹിരിർ റബ്ബി. എന്താണ് ഗൈബത്തുൽ അബ്ദി? എന്താണ് മളാഹിറുർ റബ്ബ്? അതൊക്കെ സാങ്കേതികത്വങ്ങളാണ്. അതിനൊക്കെ പ്രത്യേക മീനിങ്ങുകളുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ പറയാം, പൊതുവേദി ആയതുകൊണ്ട് ഒറ്റവാക്കിൽ പറയാം. ഗൈബത്തുൽ അബ്ദ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചാദികളിൽ നിന്നും അടിമ പിന്മാറുക. ഫീ മളാഹിരിർ റബ്ബി, റബ്ബായ അള്ളാഹുവിൻ്റെ പ്രാദുർഭാവങ്ങളിലായി
പ്രപഞ്ചാദികളിൽ നിന്നും അടിമ പിന്മാറുക. അപ്പം നേരത്തെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ മലാഹിർ എന്ന് അവിടെ ഉപയോഗിച്ചുള്ള മലാഹിർ എന്ന മജാലി എന്നും അതിന് ആരിഫ്യങ്ങൾ പറയൂ. ഫയബ്ഖൽ ഹഖ്ഖു ബിലാ ഖൽഖിൻ, അടിമയുടെ ബാത്ത് ചിന്തയിൽ ഹക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഖൽഖേ ഇല്ല. ആ അവസ്ഥയ്ക്ക് എത്തുക. ഇതാണ് ഹുർരിയത്തുൽ വഹബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹുർരിയത്തുൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആവശ്യത്തിന് നമുക്കിത് മതിയാകുമെന്ന് തോന്നുന്നു. ഇമാം ഷഹറാനി അൽ യവാഖീത്ത് വൽ ജവാഹിറിൽ അവർ അദ്വൈത സിദ്ധാന്തവും അതുപോലെ അവതാരവാദങ്ങളൊക്കെ അത് അസംഭവ്യമാണ്, അസത്യമാണെന്ന് അവർ അൽ യവാഖീത്ത് വൽ ജവാഹിറിൽ ഷെയ്ഖുൽ അക്ബറിൽ നിന്ന് വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി ഇവിടെ വായിക്കാൻ സമയമില്ല. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവരുടെ അൽ മഖ്സദുൽ അസ്ന ഫി ഷർഹിൽ അസ്മാഇൽ ഹുസ്ന അതിൻ്റെ അവസാന ഭാഗത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും നല്ല വിശദീകരണം ആ വിഷയം വിശദീകരിച്ച മഹാന്മാർ ഞാൻ ആദ്യം വായിച്ച ഗ്രന്ഥങ്ങളാണ്. നമ്മൾ കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന ഗ്രന്ഥം ഷർഹുൽ മഖാസിദും ഷർഹുൽ മവാഖിഫും ഞാനിവിടെ വായിച്ചു. അതിലാണ് കൂടുതൽ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തവും അവതാരവാദവും അത് അനിസ്ലാമികമാണ്, അത് അസംഭവ്യമായ ഒരു കാര്യവുമാണ്. സംഭവിക്കാൻ പോകുന്നില്ലാത്ത ഒരു സംഗതിയെ സംഭവിച്ചതുപോലെ വാദിക്കുന്നതാണ്, അത് വിഡ്ഢിത്തമാണ്. അത് ഒരിക്കലും നാം പറയുന്നില്ല. അതാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമെന്ന് പുറത്തു പോവും. അത് കുഫറാണ്, അത് റിദ്ദത്താണ്. അങ്ങനത്തെ വാക്കുകൾ നാം പറഞ്ഞുവെന്ന് ആരും വിചാരിക്കുന്നത് അത് നീതിയല്ല, അതൊരു മാനവികതയല്ല, അത് ബുദ്ധിക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് ഇപ്പോൾ ഉണർത്തുന്നത്. നാം അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നാം ഇപ്പോൾ ഇവിടെ ഈ വിഷയകമായി സാങ്കേതികത്വങ്ങളെക്കുറിച്ച് ഇനി നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് വിചാരിക്കരുത്. ഇതിനപ്പുറം സംശയം നീങ്ങണമെങ്കിൽ ഇനിയും കുറേ ഈ വിഷയകമായിട്ട് ഓരോ സാങ്കേതിക വാക്കുകളെക്കുറിച്ചും വിശദീകരിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിലും ആർക്കെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആലിമീങ്ങൾക്കോ മുതഅല്ലിമീങ്ങൾക്കോ സാധാരണക്കാർക്കോ സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആ സംശയങ്ങൾ തീർത്തു തരും. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു തരും. പക്ഷേ വാട്സപ്പിൽ ചോദിച്ചാൽ, മൊബൈലിൽ ഫോണിൽ ചോദിച്ചാൽ ഇങ്ങനെയുള്ള സാങ്കേതികത്വങ്ങളൊന്നും സൂഫിയാക്കളുടെ ഭാഷകളൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അത് നേർക്ക് നേർ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ മാത്രമേ അത് വിശദീകരണം തരാൻ പറ്റുകയുള്ളൂ. നേർക്കുനേർ വന്ന് ചോദിച്ചാൽ തന്നെ ചോദിക്കുന്ന വ്യക്തിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് പറയാനും പറ്റൂ. അല്ലെങ്കിൽ പറയുന്നിടത്തോളം ചോദിക്കുന്ന വ്യക്തിക്ക് സംശയങ്ങൾ കൂടുകയേ ഉള്ളൂ. ചുരുക്കത്തിൽ നാം ഒരിക്കലും പറഞ്ഞ വാക്കുകളെ കൊണ്ട് ഇങ്ങനെയുള്ള ദുഷിച്ച ദുരർത്ഥങ്ങൾ നാം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹു റഹ്മാൻ എന്നുള്ള ഇസ്മുകൾ ആർക്കും പേരായിട്ടോ വിശേഷണമായിട്ടോ പറയാൻ പാടില്ല. അല്ലാത്ത ഇസ്മുകൾ ഔലിയാക്കൾക്ക് എന്നല്ല എല്ലാവർക്കും വിശേഷണമായിട്ടും പറയാം, പേരായിട്ടും പറയാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഫുഖഹായിൽ പ്രഗത്ഭരായ ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.